നമസ്കാരം, ന്യൂ ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇപ്രാവശ്യം ഞാൻ ചെടികൾ വാങ്ങിയിരിക്കുന്നത് ഗ്രീൻ ലാൻഡ് എന്ന മലപ്പുറത്തെ ഒരു ഹോം നഴ്സറിയിൽ നിന്നാണ്. ഞാൻ മുമ്പും ഇവരുടെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിയിട്ടുണ്ട്. ഒരു അൺബോക്സിംഗ് വീഡിയോ ഇവരുടേത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ചെടികൾ കാണാം. ഇപ്രാവശ്യം ഞാൻ മെലസ്റ്റോമ പ്ലാന്റ്സ് ആണ് വാങ്ങിയിരിക്കുന്നത്. ഇത് കൊറിയർ ചെയ്തത് അവർ ഫ്രൈഡേ കൊറിയർ ചെയ്തതാണെന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് മൺഡേ രാവിലെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. കാരണം മെലസ്റ്റോമ പ്ലാന്റ്സിന് ഡെയിലി വാട്ടറിങ് ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ 4 ദിവസമായില്ല. അപ്പോൾ അത് കേടായിട്ടുണ്ടോ എന്ന് എനിക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ കിട്ടിയപ്പോൾ തന്നെ വേഗം ഇത് അൺബോക്സ് ചെയ്യുകയാണ്. സാധാരണ ഞാൻ മക്കൾ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് അൺബോക്സ് ചെയ്യാറ്. പക്ഷേ ഇതെനിക്ക് ക്ഷമിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് എൻ്റെ ചെടികൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാണാം. പാക്കിംഗ് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഓരോ പ്ലാന്റ്സും പ്രത്യേകമായിട്ട് റാപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സിങ്കോണിയമാണ്, സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി. ഇത് ഗ്രീൻ ലീഫിൽ പിങ്ക് ലൈൻസ് പോണതാണ്. അതുപോലെ അതിൻ്റെ സ്റ്റെമ്മ് കണ്ടോ, അത് റെഡ് കളറാണ്. പിങ്ക് എന്നല്ല, ഗ്രീൻ ലീഫിൽ പിങ്ക് ലൈൻസ് വരുന്ന വെറൈറ്റി. ഇത് എനിക്ക് കിട്ടിയത് 40 റുപ്പീസിനാണ്. 40 രൂപയ്ക്കാണ് കേട്ടോ ഇത് കിട്ടിയത്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഒരു കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പേപ്പറിലാണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഏത് പ്ലാന്റാണെന്ന് നോക്കാം. ഈ പ്ലാന്റ് വളരെ കെയർ കൊടുത്ത് തന്നെ റാപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു എപ്പീഷ്യ പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഇതൊരു ബ്രൗൺ ലീഫിൽ നടുക്ക് സിൽവർ കളറാണ്. ഇതിന് റെഡ് ഫ്ലവറാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രൗൺ ലീഫ് ഉണ്ടെങ്കിലും അത് ഫുൾ ബ്രൗൺ ആണ്, പിങ്ക് ഫ്ലവറും. എനിക്ക് ഈ എപ്പീഷ്യയ്ക്ക് വന്നിരിക്കുന്നത് 20 റുപ്പീസാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മെലസ്റ്റോമ പ്ലാന്റ്. ഇത് വയലറ്റ് കളറാണ് കേട്ടോ. വയലറ്റ് കളറ് മെലസ്റ്റോമ. അധികം കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇതേ ബഡ്സൊക്കെ ഉണ്ട് ഇതിൽ, കണ്ടോ. ഹെൽത്തിയാണ്, കുഴപ്പമില്ല. വലിയ വാട്ടമൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇപ്പം തന്നെ നടുവാണെങ്കിൽ കുഴപ്പമില്ലാതെ തന്നെ കിട്ടും ഈ പ്ലാന്റ്. കുറച്ച് 2-3 ഇലയൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. അത് 2-3 ദിവസത്തെ വെള്ളം കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പക്ഷേ സംഭവം ഹെൽത്തിയാണ്. ഇനി അടുത്തത്, അതായത് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് വൈറ്റ് മെലസ്റ്റോമ ആയിരിക്കുള്ളൂ. അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് വൈറ്റ് പ്ലാന്റ്. അത് ഇത്തിരി വലിപ്പം കുറവാണ്, വയലറ്റിൻ്റെ അത്രയും ഇല്ല. അതുപോലെ ബഡ്സും ഇല്ല. ഈ ചെടിക്ക് കുറച്ച് ക്ഷീണമുണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ചധികം ഇല പൊഴിഞ്ഞിട്ടുണ്ട്. വൈറ്റ് മെലസ്റ്റോമ ഇത്തിരി സെൻസിറ്റീവാണ്. ഇത്രയുമാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയ ചെടികൾ. എല്ലാം തന്നെ ഹെൽത്തിയാണ്, വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ ചെടികളും ഞാൻ പോട്ട് ചെയ്തു. പോട്ടിങ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, സിങ്കോണിയം 2 ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് 2 പോട്ടിലാക്കി വെച്ചു. ഈ 2 മെലസ്റ്റോമയ്ക്കും എനിക്ക് 80 റുപ്പീസാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ മെലസ്റ്റോമ നടുമ്പോൾ നമ്മൾ പകുതി പോർഷൻ കൊക്കോപ്പിറ്റും 1/4 ഭാഗം മണലും 1/4 ഭാഗം മണ്ണും ചേർത്ത് വേണം നടണമെങ്കിൽ. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്.
തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.